നേരെ അവരെ കണ്ടുപിടിച്ച് നമ്മൾ ശിക്ഷിക്കാനുള്ള സംവിധാനം നമ്മുടെ ഭരണഘടനയിലുണ്ട്. ഇവിടുത്തെ ലാൻഡ് ഓർഡർ അതൊന്നും കണ്ണടച്ച് ഇരിക്കുന്നില്ല. അങ്ങനൊന്നും ഒരാളെ ഭീഷണിപ്പെടുത്തി ഒരു ഭീഷണിപ്പെടുത്തിയാൽ എന്തെങ്കിലും തെളിവ് വന്നാൽ തീർച്ചയായും അന്ന് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അവർ തന്ന ചില റെക്കമെൻഡേഷൻസ് വെച്ചിട്ട് 10-20 നിർദ്ദേശങ്ങൾ അവർ വെച്ചിട്ടുണ്ട്. അതിലൊന്നായിട്ട് പ്രധാനമായിട്ട് ചോദിച്ചിട്ട് ഇങ്ങനെ തുല്യ പ്രതിഫലം സിനിമയിൽ നടപ്പാക്കാൻ സാധിക്കുമോ, അതല്ലെങ്കിൽ ഇതിനുള്ള പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള സൗകര്യങ്ങൾ പല സെറ്റിലില്ലാതെ പോകുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ ആ സൗകര്യങ്ങൾ കൊടുക്കാനുള്ള നിർദ്ദേശങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് അതിനെക്കുറിച്ചൊക്കെയുള്ള എന്ത് നടപടികളാണ് സർക്കാർ സ്വീകരിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയുള്ള ഞങ്ങളുടെ നിർദ്ദേശങ്ങളാണ്. കൃത്യമായിട്ട് അതൊരു ചർച്ചയാണ്. പക്ഷേ ആ റെക്കമെൻഡേഷൻസിൽ അതായിരുന്നില്ല പ്രധാനമായിട്ട്. ഈ തൊഴിലിടങ്ങളിലുണ്ടാകുന്ന മറ്റു ബുദ്ധിമുട്ടുകളെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചും കൂടുതൽ പറഞ്ഞത്. അല്ല, എനിക്ക് പ്രത്യേകിച്ച് ഓർമ്മയുള്ളത് ഈ പ്രതിഫലത്തിന്റെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ. പലപ്പോഴും ഈ തുല്യ പ്രതിഫലം കൊടുക്കണം, അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും. ഈ സിനിമയിൽ അങ്ങനൊരു വിവേചനം അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതിന് സ്ത്രീകൾക്ക് ചിലപ്പോൾ ചില സ്ത്രീകൾക്ക് കൂടുതൽ പ്രതിഫലമായിരിക്കും, ചിലപ്പോൾ കുറവായിരിക്കും, ചിലപ്പോൾ പുരുഷന്മാർക്കായിരിക്കും, ചിലപ്പോൾ പുരുഷന്മാർക്ക് കുറവായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു അന്ന്. പക്ഷേ സ്ത്രീകൾ പ്രധാനമായിട്ട് ഉന്നയിച്ചത് പ്രാഥമിക ആവശ്യം നിർവഹിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നില്ല. നമുക്കറിയാം ഇപ്പോൾ പ്രധാനപ്പെട്ട നടന്മാർക്ക് ക്യാരവാൻ കൊടുക്കുന്നുണ്ട് ലൊക്കേഷനിൽ. ഇപ്പോൾ വളരെ അടിസ്ഥാന സൗകര്യമായി ജോലി സൗകര്യം നേരിട്ട് കൊടുക്കുന്നില്ല. ഇതൊക്കെ ഇഷ്യൂസ് അല്ലേ? ഇതെല്ലാം ഇഷ്യൂസാണ്. ഇതിലൊക്കെ ഞങ്ങൾ സംഘടനകൾ ഇടപെടുന്നതാണ്. അഭിനയിക്കുന്നവരുടെ സംഘടനകൾ ഇടപെടുന്ന പരിമിതികളുണ്ട്. നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ സർക്കാരിന് ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കാവുന്ന കാര്യമൊന്നും അല്ല. ഞങ്ങളുടെ ബേസിക് നീഡ് നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു നിർമ്മാതാവിന് എത്ര കാരവൻ പ്രൊവൈഡ് ചെയ്യാനൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് സാധാരണക്കാർ നമ്മൾ ഇത്രത്തോട് മാറിക്കൊടുക്കാം. ഞങ്ങളൊരു 10 നടന്മാരോട് ഒരു മുറിയിലിരിക്കാം, അല്ലെങ്കിൽ 5 പേര് ഒരു മുറിയിലിരിക്കാം, മറ്റത് ആ സ്ത്രീകൾക്ക് കൊടുക്കും എന്ന് പറഞ്ഞിട്ടുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. അതായത് ഒരു നിർമ്മാതാവിനോട് ഉടനെ ചെന്നിട്ട് സംഘടനയുടെ ഭാരവാഹി എന്നുള്ളതിൽ നിങ്ങൾ 3 കാരവനും കൂടി ഏർപ്പെടുത്തും എന്ന് പറയാൻ പറ്റില്ല. ഞാനത് പറഞ്ഞോട്ടെ. ഇത്തരം സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് ഇതൊന്നും മുമ്പത്തെ പരിസ്ഥിതി അല്ല. ഇപ്പോൾ നിങ്ങൾ അന്വേഷിച്ച് നോക്കും, നിങ്ങൾ ഏതെങ്കിലും സെറ്റിൽ പോയി നോക്കും, ഇവർക്കെല്ലാം ആവശ്യത്തിന് സൗകര്യങ്ങളുണ്ട്. അല്ലാതെ സൗകര്യങ്ങളില്ല എന്ന് പറയുന്നത് തെറ്റാണ്. ഇത് 4-5 വർഷം മുമ്പ് ശരിയാണ്, ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഇതൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ ഞങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. അതെ, അന്ന് പറഞ്ഞതിന് ശേഷം ഒരുപാട് മാറ്റങ്ങളുണ്ടായി, ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പല കാര്യങ്ങളിലും മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് അത്തരം നിർദ്ദേശങ്ങൾ ആരൊക്കെ നിർദ്ദേശങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതനുസരിച്ചുള്ള മാറ്റങ്ങൾ സിനിമയിലുണ്ടായിട്ടുണ്ട്. പോസിറ്റീവായിട്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. വ്യക്തമായി പറയാൻ കഴിയാത്തത് ഞങ്ങൾക്ക് അത്തരം അനുഭവങ്ങൾ ആരെങ്കിലും നേരിട്ട് റിപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമാണ് ഇന്ന ആളുകളുണ്ടായി, ഇന്ന സ്ഥലത്തുനിന്നുണ്ടായി അങ്ങനെ ഇടപെടാൻ ചിലപ്പോൾ നമുക്ക് പറ്റുമായിരിക്കും. അതല്ലാതെ ഇത് നേരത്തെ പറഞ്ഞാലും പറയാൻ ഭയപ്പെടുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് അന്വേഷിച്ച് കണ്ടുപിടിക്കാനുള്ള ഒരു ചുമതല ഏറ്റെടുക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ്. നേരെ മറിച്ച് ഇങ്ങനെ കാസ്റ്റിംഗ് കൗച്ച് ഒരാളുടെ ഭാഗത്തുണ്ടായിരുന്നു തീർച്ചയായിട്ടും ഒരു നടപടി നിർബന്ധിക്കുന്ന നടനെ കുറിച്ച് പറയുന്നു. രാത്രി കാലങ്ങളിൽ നടികളുടെ വാതിലിൽ മുട്ടുന്ന പ്രമുഖ താരങ്ങളെന്ന് റിപ്പോർട്ട് പറയുന്നു. അപ്പോൾ ഇവരൊന്നും ഈ പ്രമുഖരൊന്നും നിങ്ങളുടെ സംഘടനയിൽ ഉൾപ്പെടാത്തവരാണെന്നാണോ നിങ്ങൾ ഇപ്പോഴും പറയുന്നത്? ഇതാരാണെന്ന് അറിഞ്ഞാലല്ലേ ഉൾപ്പെടുന്നവരാണോ ഉൾപ്പെടാത്തവരാണോ പറയാൻ സാധിക്കും. ഇതൊന്നും ആരാണെന്നോ എന്താണെന്നോ നമുക്കൊരു വ്യക്തമൊരു പുകമറ സൃഷ്ടിച്ച് ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നത് കൃത്യമായിട്ട് കാര്യം പറഞ്ഞാൽ അല്ലെങ്കിലും ഞങ്ങൾ ആവശ്യപ്പെടുന്നു, അല്ലാണ്ട് പോലീസ് അന്വേഷിക്കേണ്ട കാര്യമാണ്. ഞാൻ വേറെ കാര്യം പറയാം. ഒരു ലൈസൻസിങ് സമ്പ്രദായം സർക്കാർ ഏർപ്പെടുത്തുന്ന വിചാരിക്കാം. ഇത് ഒരു സിനിമ എന്ന് പറയുന്നത് എത്ര കോടിക്കണക്കിന് രൂപ മുടക്കി ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ്. അത്രയും അതിനേക്കാൾ കുറവ് പൈസ മുടക്കി ചെയ്തൊരു പ്രോജക്റ്റിൽ എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് സർക്കാർ വെക്കുന്നത്. അതിന് ഇന്ന കാര്യങ്ങൾ വേണം, ഇത്ര ശുചീകരണ സംവിധാനം വേണം, അത് വർക്ക് ചെയ്യുന്നവർക്ക് ഇങ്ങനെ സൗകര്യങ്ങൾ വേണം. ഇങ്ങനെ ലൈസൻസിങ് സമ്പ്രദായം സർക്കാർ കൊണ്ടുവരുന്നത്. അപ്പോൾ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ ഇങ്ങനെ വേണം നിബന്ധന വന്നാൽ ഇതൊക്കെ നമ്മൾ സർക്കാർ ചെയ്യും പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം എല്ലാ പ്രൊഡ്യൂസേഴ്സും പാലിക്കാൻ ബന്ധപ്പെട്ടാണ് ഈ റിപ്പോർട്ടും ഇതിന്റെയൊക്കെ തുടക്കം. ഇപ്പോഴും പക്ഷെ ആ നടി പുറത്താണ്. ഇരയ്ക്കൊപ്പം എന്നൊക്കെ പറയുന്ന ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടല്ലേ നിൽക്കുന്നത്. അവര് മരിച്ചുപോയി എന്നൊക്കെ കരുതുന്നതൊക്കെയാണ് മുൻ ജനറൽ സെക്രട്ടറി പറഞ്ഞത്. അങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത്. അവർക്ക് സിനിമ എടുക്കുന്നത് 2ാം ഭാഗത്തിൽ ഉണ്ടാവുമെന്ന് ചോദിച്ചപ്പോൾ ആ 2020 ആദ്യ ഭാഗത്തിൽ ആ കുട്ടി അഭിനയിച്ച ക്യാരക്ടർ മരിച്ചുപോയി എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അല്ലാതെ ഒരിക്കലും ആ നടിയൊന്നും ആ കുട്ടിക്ക് വേണ്ടി ചെയ്യുന്നുണ്ടോ? അവരിപ്പോഴും പുറത്ത് തന്നെയല്ലേ?
അല്ല, അത് കേസ് നടന്നുകൊണ്ടിരിക്കുന്നു. അവര് മാത്രമല്ല ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇതിൽ നിന്ന് ഒരുപാട് വഴി സർക്കാർ നടപ്പാക്കിയ നല്ലതാണെന്ന് പറയുന്നത് എത്രയും വേഗം നടപ്പിലാക്കണമെന്നൊക്കെ ആവശ്യപ്പെടുന്നു. നല്ല നിലപാടാണ്. പക്ഷെ അതിലുന്നയിച്ച ആരോപണങ്ങൾ ഓരോന്നും നിങ്ങൾ നിഷേധിക്കുകയാണ്. കാസ്റ്റിംഗ് കൗച്ച് ആവട്ടെ, പവർ ഗ്രൂപ്പിന്റെ കാര്യമാണ്. അല്ല, ഒരു ഒറ്റ കാര്യം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പവർ ഗ്രൂപ്പ് ഇല്ല എന്ന് പറയുന്നു, ഈ കാസ്റ്റിംഗ് കൗച്ച് നടന്നില്ല എന്ന് പറയുന്നു. അപ്പൊ ഈ കമ്മിറ്റിക്ക് മുമ്പിൽ പോയി മൊഴി കൊടുത്ത അംഗങ്ങൾ കള്ളം പറഞ്ഞു എന്നുള്ളതാണോ നിലപാട്? അല്ല, ഒരിക്കലുമല്ല. കമ്മിറ്റിക്ക് മുമ്പിൽ പോയി അംഗങ്ങൾ പറഞ്ഞ കമന്റുകൾ അതിൽ നിന്ന് മാത്രമാണ് ഞങ്ങൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അതല്ലാതെ ഇതിന് കോമൺ ആയിട്ട് ഇതിനു മുമ്പ് ഞങ്ങൾക്ക് അത്രയും കാര്യങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് മാത്രമേ പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ടുള്ള ആളുകൾ ഒരു ജനറലൈസ് ചെയ്ത് അങ്ങനെ പറയാൻ സാധിക്കും. ഒരു ചോദ്യം ചോദിച്ചിട്ട്, അതായത് ഇപ്പൊ അങ്ങ് അമ്മയുടെ ജനറൽ സെക്രട്ടറിയാണ്, ആർക്കെല്ലാം അങ്ങ് ക്ലീൻ ചിറ്റ് ഈ ഒരു അവസരം? അങ്ങനെ അമ്മയുടെ ജനറൽ സെക്രട്ടറിക്ക് അങ്ങനെ ഒരു ക്ലീൻ ചിറ്റ് കൊടുക്കാനോ അല്ലെങ്കിൽ ക്ലീൻ ചിറ്റ് കൊടുക്കാതിരിക്കാനുള്ള ഒരു പദവിയല്ല ഇത്. അങ്ങനെ എന്നാലും ഒരു പേഴ്സണൽ അടുപ്പമുണ്ടല്ലോ പലരുമായിട്ട്, പ്രമുഖ നടന്മാരുമായിട്ട്, ആർക്കെല്ലാം ക്ലീൻ ചിറ്റ് കൊടുക്കും? 506 പേരടങ്ങുന്ന സംഘടനയുടെ ജനറൽ സെക്രട്ടറി ഉണ്ട്. ഈ 506 പേരെയും ഒരേപോലെ കാണാൻ സാധിക്കും. ഓരോ മെമ്പേഴ്സും അല്ലാതെ ഒരു ക്ലീൻ ചിറ്റ് കൊടുക്കേണ്ട ഒരു അതോറിറ്റി അല്ല. ഇത്രയും പരാതി എന്ത് മാറ്റമാണ് അമ്മ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്? ഇത്രയും ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ റിപ്പോർട്ട് വന്നു, ഒരുപാട് പരാതികളുണ്ട് എന്ന് പറഞ്ഞു. ഈ റിപ്പോർട്ട് മുന്നിൽ വെച്ചുകൊണ്ട് എന്ത് മാറ്റം? റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാറ്റം കൊണ്ടുവരേണ്ടത് അമ്മ. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് കാര്യങ്ങൾ മാറ്റുന്നത് സർക്കാർ അതിനുള്ള നിർദ്ദേശങ്ങൾ കേട്ടിട്ട് സർക്കാരാണ് മാറ്റം കൊണ്ടുവരുന്നത്. ആ മാറ്റത്തിനോടൊപ്പം അമ്മ സഹകരിക്കാൻ എന്തൊക്കെയാണ് അവരോട് ചോദിച്ചെങ്കിൽ അവർ പറഞ്ഞത്? മമ്മൂട്ടി മോഹൻലാൽ കമ്മിറ്റി ഞാനത് വിശദമായിട്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞു എല്ലാവരും പ്രതിഫലത്തെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ ചോദിച്ചതാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. അമ്മയുടെ മുമ്പിൽ ഈ റിപ്പോർട്ട് വിശദമായി പഠിച്ചിട്ടുണ്ടോ? പറഞ്ഞൊരു കാര്യം, ഈ റിപ്പോർട്ട് പറയുന്നത് അതിന് പ്രധാനപ്പെട്ട കാര്യം ചില ഭാഗങ്ങൾ മാത്രം ഒഴിവാക്കി, അല്ലെങ്കിൽ ഈ റിപ്പോർട്ടിൽ അല്ലെങ്കിൽ ഇതുമായി ബന്ധ തെളിവുകൾ ഒഴിവാക്കിയാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട മറ്റ് തെളിവുകളൊക്കെ പുറത്തു ഒഴിവാണെങ്കിൽ ആ പുകമറ സൃഷ്ടിക്കുന്ന ഒഴിവാക്കി കൊടുക്കും. പൂർണ്ണമായും റിപ്പോർട്ട് പുറത്തു വരണമെന്നാണ് ആഗ്രഹം. അതുകൊണ്ട് ഞങ്ങൾ ഒന്നും ഒളിച്ചു വെക്കാൻ ഡിവിഷൻ ബെഞ്ച് എന്താ ആവശ്യപ്പെട്ടിരിക്കുന്നത്? ഫുൾ റിപ്പോർട്ട് കൊടുക്കാൻ അത് വരട്ടെ.